ഏതായാലും ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ LKG മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി തിന്നാൻ പറ്റിയ ഐറ്റാണ്. സംഭവം സാറായിക്കണം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കി. ചങ്ങല എന്താ പാടെന്ന് പിന്നെ കുട്ടികൾക്ക് ഞാൻ ഒരു കോഴി മക്രോൺ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വളരെ കുറച്ചിട്ടോ. അപ്പോ കോഴി ഇപ്പൊ ഉള്ളത് ഞാൻ 4 നൂലിനെ നുറുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നുറുക്കിക്കുന്നത്. കണ്ടില്ലേ? ഇതിനും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ എടുത്തിരിക്കുന്നത് ഇതുണ്ടോ, ഒരു 6 വെളുത്തുള്ളി, ഒരു 1.25 ഇഞ്ച് വലുപ്പത്തിൽ 1 ഇഞ്ചിന്റെ പീസ്, 3 പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, പിന്നെ 2 പോത്ത തക്കാളി, 2 ഉള്ളി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഉള്ളിയൊക്കെ എങ്ങനെ കട്ടിയുണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. വീഡിയോ ഒന്ന് അവസാനം വരെ കണ്ടോളി, മോശം വരൂല. കുത്തുമണിയിൽ അതിനുള്ള ഉള്ളിയെ നമ്മൾ നനുനുനെ വെട്ടേണ്ടത്. നനുനുനെ വെട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ ഉള്ളി നമ്മളതിൽ നോക്കിയാൽ കാണൂല, എന്നാൽ ഇടക്കിടക്ക് ഉള്ളി കടിച്ചാലും കിട്ടും, അത്യാവശ്യം ഒരു രുചിയും കിട്ടും. എന്താ വെച്ചാൽ ഉള്ളിമേ എല്ലായിടത്തും മസാലയൊക്കെ പൊടിക്കും. വലിയ വലിയ ഉള്ളിയാകുമ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് മാതിരിയാകുള്ളൂ. അപ്പൊ ഈ മക്രോണെ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ തക്കാളി ചെയ്യുമ്പോഴും തക്കാളിയുടെ തൊലി കളയണം. തക്കാളിയുടെ തൊലി കളഞ്ഞെങ്കിലുള്ളൂ നമുക്ക് അതിൽ അരിഞ്ഞ് ചേരുക. തക്കാളിയുടെ തൊലി കളയാതെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അതിലൊരു പ്ലാസ്റ്റിക് മാതിരി കടക്കും, അതിൽ ഇങ്ങനെ കടന്നിട്ട് ഒരു വൃത്തിയേടാവും. അപ്പൊ തക്കാളിയുടെ തൊലിയും കളയാ, ഉള്ളി നനുനുനെ വെട്ടുക. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് വെട്ടുമ്പോഴും തന്നെ പരമാവധി നനുനുനെ കട്ട് ചെയ്യുക. എന്തെങ്കിലുള്ള എന്തെങ്കിലും എരിയൊക്കെ പൊടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ മക്രോണി തിന്നുമ്പോൾ അതിന്റെ മുകളിൽ അടക്കം വരെ പച്ചമുളക് കൂടി ഇങ്ങനെ കടിക്കുമ്പോണ്ടല്ലോ സംഭവം വേറെ ലെവലേക്കാരം. കുട്ടികളുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കമ്മി ആയിക്കൊണ്ടു. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഞാൻ നനുനുനെ കട്ട് ചെയ്യണം. എന്താണെന്നറിയോ, മക്രോണി ഇങ്ങനെ തിന്നുമ്പോഴേ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ കടിച്ചുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനിയിപ്പോ ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ മക്രോണിൽ എന്തായാലും നമ്മൾ വെളുത്തുള്ളി ചേർക്കണം, അതൊരു പ്രത്യേക രുചി തന്നെയാണ്. ഇപ്പൊ മല്ലിച്ചപ്പ് അതേമാതിരി കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കുക്കർ എടുത്തു, അതിലേക്ക് നനുനുനെ കട്ട് ചെയ്ത് കോഴി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഉപ്പിട്ടിട്ട് ഈ കോലത്തിലെ വെക്കുന്നത്. ഒരു തുള്ളി വെള്ളം മാറിയ കോഴി മൂടുന്ന അളവിൽ കൂടുതൽ വേണ്ടെന്ന് വെച്ചാൽ 2 പിസിലടിച്ചാൽ നമ്മൾ തിരിച്ച് ബന്ധാക്കിയിട്ട് ഇടാണ് അടുത്ത പരിപാടി. എന്തായാലും മക്രോണിക്കുള്ള വെള്ളം സ്റ്റീൽ ചെമ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ കണക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 തള്ളക്കയിൽ വെള്ളമാണ് ഞാൻ എടുത്തുള്ളത്. ഒരു പാക്കറ്റ് മക്രോണി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളെ കോഴി ഇവിടെ 2 പിസിലും കുക്കറിൽ അടി കഴിഞ്ഞു. അതിന്റെ തിരിച്ചാണ് ബന്ധാക്കി. അപ്പൊ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടു, അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് മൂടി വെച്ച് വെട്ടി തിളച്ചപ്പോൾ നമ്മൾ ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുത്തു. മക്രോണി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് എണ്ണ ഒഴിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും ആ മക്രോണിൽ ഉപ്പും പിടിക്കുള്ളൂ. അതുപോലെ തന്നെ മക്രോണി തമ്മിൽ കൂട്ടി ഒട്ടാതിരിക്കാനാണ് എണ്ണ ഒഴിക്കുന്നത്. അപ്പൊ ഞാൻ അടുത്ത പരിപാടി മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. തിരിച്ച് കത്തിച്ചു, ചട്ടി അടുപ്പിൽ വെച്ചു, അതിലേക്ക് ഉള്ളിയിട്ട് ഉള്ളി ഏകദേശം വാടിയ മുല്ലപ്പൂവിന്റെ കളറായി വരുന്നതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒന്ന് പദം വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ മുമ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, അതിന്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൂടി യോജിപ്പിച്ച് ഏകദേശം ഒരു നിറവ്യത്യാസം വന്നു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി തക്കാളി ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ അതിന് നമ്മളെ മക്രോണി ഇവിടെ വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതേമാതിരി വരണം മക്രോണി നമ്മൾ വേവിക്കുമ്പോൾ. ഒന്നും ഒട്ടാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ചത്. അതിലേക്ക് ഇപ്പൊ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു, കുറച്ച് നൂഡിൽസിന്റെ മസാല ഇട്ട് കൊടുത്തു. ഇതിന്റെ കജ്ജും കണക്കൊന്നുമില്ല. നമ്മളെ മക്രോണിക്കനുസരിച്ച് നമുക്ക് കൂട്ടും ചെയ്യുക, കുറക്കും ചെയ്യുക. എന്തായാലും മക്രോണി ഉണ്ടാക്കുമ്പോൾ തക്കാളി പേസ്റ്റ് നിർബന്ധമാണ്. ഈ കുട്ടികൾക്ക് മാത്രം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, തക്കാളി പേസ്റ്റ് കൂട്ടുക, എരിവും ഇങ്ങോട്ട് കുറക്കുക. എന്നാൽ ചെറിയൊരു മധുരം കിട്ടും, തിന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ മസാലയ്ക്ക് മുമ്പ് വേവിച്ച് വെച്ച കോഴി ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. വെള്ളം പാരേണ്ട ആവശ്യം എന്തായാലും ഉപ്പുണ്ടോ നോക്കട്ടെ. സംഭവം സാറായിക്കൊണ്ട് നിലയും കൂടി ഇല്ല. അങ്ങനെ അപ്പൊ തക്കാളി പേസ്റ്റ് ഒക്കെ കൊടുത്തു നോക്കുമ്പോഴേ മസാല ഒന്ന് കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ചിന്തിച്ചാൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. വേപ്പിഞ്ചൽ ഉണ്ടെങ്കിലും നനുനുനെ കട്ട് ചെയ്ത് കൊടുക്കുക. വേപ്പിഞ്ചൽ ചേർത്തിട്ടില്ല, അങ്ങോട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മുമ്പ് നമ്മൾ ഊറ്റി മാറ്റി വെച്ച മക്രോണി ഇട്ട് കൊടുക്കുക. ഈ മക്രോണി ഊറ്റി കഴിഞ്ഞാലേ ഓരോ 60 സെക്കൻഡുകൾ കഴിയുമ്പോഴൊന്ന് കുടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് ഒട്ടിപ്പിടിക്കും. അപ്പൊ മക്രോണി എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. എപ്പോഴും നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയുടെ അടിയിൽ കൂടെ കൊണ്ടുപോകുക ചട്ടുകം. അല്ലാതെ മക്രോണിന്റെ മുകളിലിട്ട് കുത്തി വരയി കഴിഞ്ഞാൽ മക്രോണി പൊട്ടും, കാണാൻ വൃത്തി ഉണ്ടാവില്ല. ഈ മക്രോണി ശരിക്ക് നമുക്ക് ഓരോ പീസായിട്ട് പാത്രത്തിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു ദമ്മ് കിട്ടുക. എന്തായാലും വേണ്ട ഒരു 120 സെക്കൻഡ് ഒന്ന് മൂടി വെക്കുക. അത്യാവശ്യം ദമ്മും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതേമാതിരി വരണം. അപ്പൊ മക്രോണിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെങ്കിൽ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാഗി മസാലയും ചിക്കൻ മസാല ഒക്കെ ചേർക്കാം. ഒരിക്കലും മല്ലിപ്പൊടി ചേർക്കരുത്, രുചി വ്യത്യാസം വരും. അടുത്ത പണി വെറുതെ പോകും. ചങ്കളി നമ്മൾ ഉണ്ടാക്കിയ മക്രോണിയാണ്, ഒന്ന് കഴിച്ചു നോക്കാം. എപ്പോഴും നമ്മള് മക്രോണി കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീര് പീഞ്ഞിട്ട് കഴിക്കണം. ഇപ്പത്തെ സന്ദർഭത്തിൽ വില കൂടുതലാണ്, എന്നാലും വില കുറയുമ്പോൾ ചെയ്തു നോക്കും. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗി ക്യൂബും ചേർക്കാം. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ മസാലയിൽ ഉപ്പ് പരമാവധി കമ്മിയാക്കണം. മാഗി ക്യൂബ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിയ പിന്നെ തൊള്ളയ്ക്ക് വെക്കാൻ പറ്റില്ല. കുടുംബത്തിലുള്ള മുഴുവൻ തൊള്ളയ്ക്ക് കിടക്കണം നമ്മൾ കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് കുട്ടികളെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ മക്രോണി എന്ന് പറയുന്നത്. സംഭവം ഉസാറായിക്കണം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല, കുറഞ്ഞ മസാലയിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും കാണുമ്പോ കാണാം. ബൈ.